ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് പറയാം. ഇതെന്താ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓർഗനൈസേഷൻസ് ഗുഡ് ഡിസിഷൻ എടുക്കുന്നത് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ ബേസിലാണ്. സോ ഇത്തരം കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് അതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതിനെയാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ അവ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തത എന്നൊക്കെ അർത്ഥം വരും. റിലയബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ കൃത്യവുമായിരിക്കും. അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് ഇത്തരം അക്കൗണ്ട് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് അവർക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. റിലയബിൾ ആയിട്ടുള്ള അക്കൗണ്ട് ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഡാറ്റാസ് കറക്റ്റും അതുപോലെ തന്നെ എറേഴ്സ് ഇല്ലാത്തതുമായിരിക്കണം. പിന്നെ നെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആവണം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും മിസ് ഔട്ട് ആവാൻ പാടില്ല. ദെൻ മറ്റൊന്നാണ് റെസീറ്റ്സും അതുപോലെ ഇൻവോയ്സസ് ഒക്കെ യൂസ് ചെയ്ത് ഡാറ്റ മറ്റുള്ളവർക്ക് ചെക്ക് ചെയ്യാനും കൺഫേം ചെയ്യാനും പറ്റണം. അതുപോലെ കൺസിസ്റ്റൻ്റ് ആവണം. ദാറ്റ് മീൻസ് കാലങ്ങളായിട്ട് സെയിം മെത്തേഡ് യൂസ് ചെയ്തായിരിക്കണം ഡാറ്റ റെക്കോർഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് യൂസേഴ്സിന് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നല്ലൊരു ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് അവർ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അക്കൗണ്ട് ഇൻഫോർമേഷൻസിന് ആണ്. സോ അവരുടെ ഡിസിഷൻസ് കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ബിൽസ്, റെസീപ്റ്റ്സ് പോലുള്ള എവിഡൻസ് യൂസ് ചെയ്തിട്ടുള്ള റിലയബിൾ ഇൻഫോർമേഷൻസ് തീർച്ചയായിട്ടും എറേഴ്സ് ഒന്നും ഇല്ലാത്തതായിരിക്കണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അക്കൗണ്ട് ഇൻഫോർമേഷൻസ് റിലയബിൾ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു കമ്പനി അവരുടെ സ്റ്റോക്ക് 500 യൂണിറ്റ് ആണെന്നുള്ളത് റിപ്പോർട്ട് ചെയ്തു. സോ ഇത് നമുക്ക് വിശ്വസനീയമാവണമെങ്കിൽ ഫിസിക്കലി നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴും 500 യൂണിറ്റ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ. ഓഡിറ്റേഴ്സ് ഇൻവെൻട്രീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി കൗണ്ട് ചെയ്യുമ്പം കിട്ടുന്ന നമ്പേഴ്സും സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് വിശ്വസനീയമാണ്, അതുപോലെ തന്നെ കറക്റ്റും ആയിരിക്കും. ഓക്കെ, മറ്റൊരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് അതിൻ്റെ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് രണ്ടും മാച്ച് ആവുകയാണെങ്കിൽ സോ നമുക്ക് പറയാം ആ ഇൻഫോർമേഷൻസ് അക്യുറേറ്റും ട്രസ്റ്റ് വർത്തിയും ആണെന്ന്. നെക്സ്റ്റ് പോയിന്റ് ആണ് റെലവൻസ്. റെലവൻ്റ് ആവണമെങ്കിൽ ഇൻഫോർമേഷൻസ് കറക്റ്റ് ടൈമിൽ കിട്ടണം. അതായത് റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ റൈറ്റ് ടൈമിൽ ഇൻഫോർമേഷൻസ് യൂസേഴ്സിന് കിട്ടണം. സോ പാസ്റ്റ് ഇവൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകാനും ഫ്യൂച്ചർ ഇവൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് റെലവൻ്റ് ആണ്. കുറച്ച് പോയിന്റ്സ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ടൈംലിനെസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇൻഫോർമേഷൻസ് റൈറ്റ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് അത് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഡാറ്റ ഒരുപാട് പഴയതാണെങ്കിൽ അത് കറൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി യൂസ്ഫുൾ ആവുമോ? ആവില്ല അല്ലേ? സോ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ റൈറ്റ് ടൈമിന് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. മറ്റൊരു പോയിൻ്റാണ് പ്രെഡിക്റ്റീവ് ആയിരിക്കണം. അതായത് ഫ്യൂച്ചർ ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസേഴ്സിനെ അക്കൗണ്ട് ഇൻഫോർമേഷൻസ് ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യും. അതിന് അവർ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യും. സോ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു പോയിൻ്റാണ്
ഇൻഫോർമേഷൻസ് എപ്പോഴും പാസ്റ്റ് ഡിസിഷൻസോ അല്ലെങ്കിൽ പ്രെഡിക്ഷൻസോ ഒക്കെ കറക്റ്റ് ചെയ്യാനും കൺഫേം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം. ഇതൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് വഴി നമ്മൾക്ക് ആ ഫിനാൻഷ്യൽ ഇയറിൽ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും യൂസ്ഫുള്ളും അപ് ടു ഡേറ്റും ഇമ്പാക്റ്റ് ഉള്ളതുമായിട്ടുള്ള ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻറ്റ് ഇൻഫോർമേഷൻസ് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അതായത് റെലവൻസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അതിൻ്റെ പ്രസൻറ്റ് പ്രോഫിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ കുറിച്ചുമായിട്ടുള്ള ഇൻഫോർമേഷൻസ് വളരെ റെലവൻ്റ് ആണ്. കാരണം അതിലൂടെ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് എപ്പോഴും റെലവൻ്റ് ആയിരിക്കണം. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ മറ്റൊരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. യൂസേഴ്സിന് ഈസി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ, അതായത് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിൽ ഇൻഫോർമേഷൻസ് എപ്പോഴും ക്ലിയറും സിമ്പിളും ആയ രീതിയിൽ വേണം പ്രസൻറ്റ് ചെയ്യാൻ. ഇനി അഥവാ ഡാറ്റാസോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസൊക്കെ വളരെ കോംപ്ലക്സ് ആയാൽ പോലും അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസോ ഫിഗേഴ്സോ ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് യൂസേഴ്സിന് എളുപ്പം മനസ്സിലാകാൻ സഹായിക്കുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ സമ്മറീസോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇത് തന്ന ഇൻഫോർമേഷൻസിൻ്റെ ബേസിൽ ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനോ മാനേജ്മെൻറ്റിനൊക്കെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് അത് ഉദ്ദേശിച്ച യൂസേഴ്സിന് വളരെ ടെക്നിക്കൽ ആൻഡ് കൺഫ്യൂസിങ് അല്ല എന്ന് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉറപ്പുവരുത്തുന്നുണ്ട്. സോ ഇൻഫോർമേഷൻസ് എപ്പോഴും അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. കമ്പാരബിലിറ്റി എന്തുമായിട്ട് കമ്പയർ ചെയ്യണം, ആരുമായിട്ട് കമ്പയർ ചെയ്യണം, ചെക്ക് ചെയ്യാം അല്ലേ. കമ്പാരബിലിറ്റി എന്നാൽ യൂസേഴ്സിന് അവരുടെ കമ്പനിയുടെ ഒരു പീരിയഡിലെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് മറ്റൊരു പീരിയഡിലെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് മറ്റൊരു കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസുമായിട്ടും കമ്പയർ ചെയ്യാൻ കഴിയണം. സോ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. യൂസേഴ്സിന് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷനിലെയും പെർഫോമൻസിലെയും സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിലൂടെ കഴിയും. അതായത് മേ ബി നമ്മളുടെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻസ് മുൻപത്തെ പീരിയഡും ഈ പീരിയഡും സിമിലർ ആണോ അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനോ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടേതുമായിട്ടും ആയിരിക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരേ ഇൻഡസ്ട്രിയിലെ 2 കമ്പനികൾ എടുക്കുക. അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ടിങ് മെത്തേഡ്സും അതുപോലെ പ്രസൻറ്റേഷനും കൺസിസ്റ്റൻ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ ഹെൽത്തും ഗ്രോത്തൊക്കെ കമ്പയർ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാലങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുന്നതാവണം. കാരണം അതുവഴി യൂസേഴ്സിന് അതിൻ്റെ പെർഫോമൻസ് ഒരു വർഷത്തു നിന്ന് അടുത്ത വർഷത്തേക്ക് എങ്ങനെ മാറി എന്നൊക്കെ കാണാൻ കഴിയും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പനിയുടെ ടൈംലി ഉള്ള കമ്പാരിസണും അതുപോലെ തന്നെ മീനിങ് ആയിട്ടുള്ള കമ്പാരിസണും നടത്താൻ മറ്റൊരു കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യാനും കഴിയുന്ന വിധത്തിലായിരിക്കണം ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് എപ്പോഴും. അതാണ് ഈ ഒരു കമ്പാരബിലിറ്റി എന്ന ക്വാളിറ്റിയിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇതൊന്ന് നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഫസ്റ്റ് വൺ ആയിരുന്നു റിലയബിലിറ്റി. അതായത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം, വിശ്വസനീയമായിരിക്കണം, അതുപോലെ തന്നെ കറക്റ്റ് ആയിരിക്കണം, അതിൽ എറേഴ്സ് ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. എന്നാൽ മാത്രമേ ആ ഒരു ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് യൂസേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. മറ്റൊന്നായിരുന്നു റെലവൻസ്.
അതായത് കറൻറ്റ് ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിൻ്റെ ഒക്കെ ബേസിലാണ് എപ്പോഴും യൂസേഴ്സ് ഡിസിഷൻ എടുക്കുക. സോ യൂസേഴ്സിന് റൈറ്റ് ഡിസിഷൻസ് റൈറ്റ് ടൈമിൽ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കണം എപ്പോഴും അക്കൗണ്ട് ഇൻഫോർമേഷൻസ്. മറ്റൊന്നായിരുന്നു അണ്ടർസ്റ്റാൻഡബിലിറ്റി, അതായത് ബേസിക് അക്കൗണ്ടിങ് നോളജ് ഉള്ള ആളുകൾക്ക് വിവരങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. മറ്റൊന്നായിരുന്നു കമ്പാരബിലിറ്റി, അതായത് ഡിഫറെൻറ്റ് പീരിയഡുകൾ തമ്മിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബിസിനസ്സുകൾ തമ്മിലോ ഈ ഒരു വിവരങ്ങൾ താരതമ്യം ചെയ്യാൻ എളുപ്പമായിരിക്കണം. സോ ഇത്തരം ക്വാളിറ്റീസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനെ വിശ്വസനീയമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് യൂസേഴ്സിന് എപ്പോഴും റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ഇത് ബിസിനസ്സിനെ നല്ല രീതിയിൽ റൺ ചെയ്ത് മുന്നോട്ട് പോകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.